ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് തൃപ്പല്ലാവൂർ ശിവക്ഷേത്രത്തിലാണ്. പാലക്കാടുള്ള തൃപ്പല്ലാവൂർ ശിവക്ഷേത്രത്തിൽ ഭയങ്കര ആന മതിലായിട്ടുള്ള അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള ആന മതിലാണ്, വലിയ മതിലാണത്. ഈ തൃപ്പല്ലാവൂർ ശിവക്ഷേത്രം നല്ല മനോഹരമാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് തൃപ്പല്ലാവൂർ അമ്പലത്തിലാണ്. ഞങ്ങൾ വട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തുറക്കാൻ 5:30 ആവും. അപ്പോഴാണ് നമ്മളുള്ളിൽ കയറുക. എൻ്റെ കൂടെ എൻ്റെ അനിയത്തി നാണു ഉണ്ട്, ധ്രുവി ഉണ്ട്, പിന്നെ അമ്മുച്ചേച്ചി ഉണ്ട്, പിന്നെ അമ്മയുണ്ട്, കുയമ്മയുണ്ട്, പപ്പിയുണ്ട്, സാത്രമ്മയുണ്ട്, പിന്നെ പപ്പയും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി വന്നിരിക്കുകയാണ്. ഇവരാണ് എൻ്റെ 2 കുറുമ്പി അനിയത്തി. അപ്പം ഞങ്ങൾ അമ്പലക്കുളത്തിലേക്ക് നടക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വലിയ മതിലിങ്ങനെ ചുറ്റുമുണ്ട്. അപ്പോൾ മതിലിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ അമ്പലക്കുളത്തിലേക്ക് നടക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. അതിൻ്റെ വീഡിയോകൾ അടുത്ത വീഡിയോയിൽ പറയാം. ഇതാണ് ഇവിടുത്തെ മനോഹരമായ കുളം. ഞങ്ങളൊരു അപ്പൂപ്പനെ കണ്ടു. അപ്പൂപ്പ അമ്പലത്തിൻ്റെ എല്ലാ ചരിത്രവും കുറേ കഥകളെല്ലാം പറഞ്ഞു തന്നു. ശിവന്റെ ഭൂതഗണങ്ങൾ ഒരു 2000-ന് മുകളിൽ പഴക്കമുണ്ടാകുന്ന അമ്പലം. പിന്നെ അമ്പലം അങ്ങോട്ട് പോയില്ല, ഉള്ളിലേക്ക് പോയില്ല. നല്ല നിശ്ചയമായിട്ടാണ്. പല്ലാവൂർ, തൃപ്പാളൂർ, അയിലൂർ ഒരു ദിവസം തൊഴുതാൻ വിശേഷമാണ്. പിന്നെ ഈ പല്ലാവൂർ ബ്രദേഴ്സ്, പല്ലാവൂർ അപ്പന്മാരാർ, അവരെയൊക്കെ സ്ഥലമാണ്. അവരുടെ തറവാടാണ് അത്. ആ ഇത് കാണില്ല, ആ സീറ്റിട്ട് ഇതാ അതിൻ്റെ അപ്പുറത്ത്, അത് അവരുടെ തറവാടാണ്. ഇവിടെയാണ് അപ്പന്മാരും ഇവരൊക്കെ വളർന്നത്. മണിയന്മാരായിട്ട് പുറത്താണ്. അമ്പാടിനോട് പുറത്ത് വീടുണ്ട്. അതാണ് മണിയന്മാരാര്. കുഞ്ഞുട്ടന്മാരാര്, അപ്പന്മാരാര് തൊട്ട് താഴെ. മണിയന്മാരാരെ ശിഷ്യനാണ് ഞാൻ. ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ്. എനിക്ക് ശാന്തിയില്ല. പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ശിവൻ. എൻ്റെ വീട് അത് കാണുന്നതാണ്. ജനമത്സ്യത്തെ വെച്ചിട്ട് പല്ലുകൊണ്ട്, അതാണ് പല്ലാവൂർ എന്ന പേര് വന്നത്. ടിപ്പു സുൽത്താൻ വന്ന ബിംബത്തിനെയൊക്കെ ഇളക്കിയിട്ടുണ്ട്. ഈ ദ്വാരപാലകന്മാർ അപ്പുറത്തും ഇപ്പുറത്തുണ്ട് ശ്രീകോവിലിൻ്റെ എതിരെ. അതിനെ ഒരു കാലമൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉള്ളിൽ പോയാൽ നിങ്ങൾ ശ്രീകോവിലിൻ്റെ മുമ്പിൽ തൊഴുമ്പോൾ കാണും ഒരു അഴിവാതിലുണ്ട്. അഴിവാതിൽ ഇപ്പുറത്ത് ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തും ദ്വാരപാലകന്മാരാണ്. അപ്പം അതാണല്ലോ പ്രശ്നം. ശബരിമല വിവാദം. ശബരിമലയിലെ പ്രശ്നം അതാണല്ലോ. അപ്പോൾ അന്ന് ഞങ്ങളുടെ ബ്രാഹ്മണ സ്ത്രീകൾ 3-4 മണിയാകുമ്പോഴേക്കും കുളിച്ച് അകത്ത് കയറണം. അപ്പോൾ കുളിക്കാൻ വരുമ്പോൾ അന്ന് ലൈറ്റൊന്നും കണ്ടുപിടിച്ചിട്ടില്ലേ കമ്പ്രാന്തിൽ. ഇവർ സംസാരിച്ച് വരുന്ന ശബ്ദം കേട്ട് ഉള്ളിൽ അവിടെ കുട്ടി ശിവനുണ്ട്, ചെറിയ ശിവൻ. അവരുടെ ബാക്കിൽ അങ്ങനെ പണിയാണ്ട ഇട്ടിട്ട് പോയിട്ടുണ്ട് ഈ ആനമതിലിൻ്റെ. അത് ഇപ്പോഴും കെട്ടാൻ സാധിക്കില്ല. ഇവിടെയാണത് കാണാൻ സാധിക്കില്ല. ഈ ഇത് തോട്ടമാണ്, ദേവസ്വം തോട്ടമാണത്. അപ്പോൾ അവർ നിൽക്കില്ലേ, അതിയെ പോകണം. കാട് പിടിച്ച സ്ഥലം. ശിവന്റെ ഭൂതഗണങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പണിഞ്ഞതാണെന്നും ഇവിടെ കുറേ കലാകാരന്മാർക്ക് ജന്മം നൽകിയ മണ്ണാണെന്നും അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി. ഞങ്ങളുടെ കലാപരിപാടികൾ ആരംഭിച്ചു.
ഞങ്ങൾ തൊഴുതിറങ്ങി അമ്പലം വലം വെച്ച് ഞങ്ങൾ ഇനി പോകുന്നത് ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള വാമല മുരുകൻ ക്ഷേത്രത്തിലോട്ടാണ്. അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഞങ്ങളുടെ എല്ലാ വീഡിയോസും കാണുക, അഭിപ്രായം പറയുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. ഞങ്ങളുടെ ബാർഡർ പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ മുക്കില്ല, അവിടെ ആ കർണ ഇവിടെ കുനിശ്ശേരി, ഇങ്ങനെ 2 സ്ഥലത്ത്. അപ്പോൾ ജനങ്ങളെ നോയിക്കൊണ്ടിരിക്കുകയാണ് സമ്പൽ സമൃദ്ധിയായിട്ട്. ഇന്നും കൊട്ടിട്ട് ഓടിയിരിക്കുകയാണ്. മുരുകൻ അയ്യപ്പ കണ്ട് ഉള്ളിലാണ് എല്ലാം. ഈ നന്ദി മാത്രം മുകളിലാണ്, ചുമട്ടിലുണ്ടാവില്ല.